ഇടത് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റ്. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കണ്ണൂർ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പിഴവുണ്ടായെന്നും തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയെന്നും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ ഏറ്റുപറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. ശ്രീജിത്ത് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, അയ്യപ്പ സംഗമം നടത്തിയതിൽ പോരായ്മകൾ കാണുകയാണ് സംസ്ഥാന സമിതി. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റിപ്പോയി എന്ന് വിലയിരുത്തുന്നു. ജനവിഭാഗങ്ങൾക്കിടയിൽ കടന്നില്ലാൻ സമുദായ നേതാക്കളുമായി കൂട്ടുപിടിച്ചത് ശരിയായില്ല എന്ന അഭിപ്രായം ഉയരുന്നു. കണ്ണൂരിലെ സഖാക്കൾ അവർക്കുണ്ടായ പിഴവുകൾ തുറന്ന് സമ്മതിക്കുന്നു. അടിമുടി ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങാൻ ഇടയായ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയിൽ നിന്നാണ് വിമർശനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? CPIMന്റെ സംസ്ഥാന സമിതിയിൽ 2 ദിവസമായി നടന്ന ചർച്ച ഒരു തരത്തിലുള്ള വിഭാഗീയമായ ചേരിതിരിവും ഉണ്ടായിരുന്ന ചർച്ചയല്ല. CPIM കേരളത്തിലെ പാർട്ടി വലിയൊരു പ്രതിസന്ധിയെ നേരിടുന്നു. ഈ സാഹചര്യത്തിൽ ഒരു ശക്തമായ തിരുത്തൽ നടപടികളും തിരിച്ചു വരാനുള്ള ഇടപെടലുകളും വേണ്ടിവരും എന്ന വികാരം ഉൾക്കൊണ്ടുള്ള ചർച്ചകളാണ് നടന്നത്. ആ ചർച്ചയിലാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടും പത്മകുമാറിനെതിരായ നടപടിയില്ലായ്മയെ പറ്റിയുമൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത്. അത് ഏതെങ്കിലും വ്യക്തികളെ ചൂണ്ടിക്കാണിച്ചല്ല, മറിച്ച് പൊതുവായി ഉണ്ടായ പരാജയത്തിന് കാരണം ഇതൊക്കെയാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ തന്നെ പിഴച്ചു എന്നാണ് ചർച്ചയിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാണിച്ചത്. ശബരിമലയിലെ വികസനമായിരുന്നു ലക്ഷ്യമെങ്കിൽ മറ്റൊരു പേരിലായിരുന്നു പരിപാടി നടത്തേണ്ടിയിരുന്നത്. ആഗോള അയ്യപ്പ സംഗമം പോലുള്ളൊരു പരിപാടി ഇടതു സർക്കാരിൻ്റെ കാലത്ത് വേണ്ടിയിരുന്നു എന്ന ചോദ്യവും CPIMന്റെ സംസ്ഥാന സമിതിയിൽ ഉയർന്നു. അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യത്തിൽ വീഴ്ചകൾ പറ്റിയെന്ന കാര്യമാണ് ഇതിലുള്ളത്. എന്നാൽ ഇത്തരം ചർച്ചകളെ തുടർന്ന് നേരത്തെ കരട് റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്ന ആഗോള അയ്യപ്പ സംഗമത്തെപ്പറ്റി ഒരു വരിയും പിന്നീട് ആ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പറ്റിയുള്ള ദീർഘമായി വിവരിക്കുന്ന ഭാഗവുമാണ്. എന്നാൽ ആ ദീർഘമായി വിവരിക്കുന്ന ഭാഗം മാറ്റി വിമർശനങ്ങൾ കൂടി റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കി മാറ്റണമെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ ഷടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി ഉൾക്കൊള്ളിച്ച റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗം A. പത്മകുമാറിനെതിരെ നടപടി വൈകിയത് തെറ്റായിപ്പോയെന്ന് ഏകസ്വരത്തിൽ സംസ്ഥാന സമിതി അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ആ നടപടി വൈകിയതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ജനങ്ങൾക്കിടയിൽ അത് തെറ്റായ ഒരു വികാരമുണ്ടാക്കി. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടിക്ക് എന്തോ ഒളിക്കാനുണ്ട് എന്ന ധാരണ പരക്കുന്നതിന് ഇടയാക്കിയെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. കണ്ണൂരിലെ വലിയ തിരിച്ചടിക്ക് കാരണം പാർട്ടിയിലെ സംഘടനാ പ്രശ്നങ്ങളാണ് എന്ന കാര്യം കണ്ണൂർ നേതാക്കൾ തുറന്ന് സമ്മതിക്കുന്നതും കണ്ടു. സാധാരണ കണ്ണൂരിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന വാദമാണ് സാധാരണ ഈ കണ്ണൂർ നേതാക്കൾ ഉയർത്താറുള്ളത്. അതിൽ പതിവിന് വിപരീതമായി കണ്ണൂരിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് പോരായ്മയായി, അതാണ് തിരിച്ചടിക്ക് കാരണമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പയ്യന്നൂരിലും ഒപ്പം തന്നെ തളിപ്പറമ്പിലും വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടന്നില്ല എന്ന ന്യായീകരണം ഇന്നലെയും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഉയർന്ന ശേഷവും V. കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ വലിയ പ്രചരണം അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമെന്ന കാര്യവും കണ്ണൂർ നേതാക്കൾ ഇന്നലെ ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന സമിതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.